പൂച്ചയെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പഠനമെങ്കിലും ഓരോ പൊളിച്ചുകളാണ് ഏറെക്കുറെ ഒരു സാമാന്യവൽക്കരണത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നു. അതായത് ഈ രണ്ട് റിപ്പോർട്ടുകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് ക്ലാസസിന്റെ ഐക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പിന്നാക്കാവസ്ഥയെക്കുറിച്ചുള്ള അഗാധമായ പഠനവും കണ്ടെത്തലുകളും ഇപ്പോൾ തർക്ക വിഷയമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പട്ടികജാതിക്കാർ വെവ്വേറെ ജാതികളും വൈവിധ്യമുള്ളവരും തൊട്ടുകൂടാത്തവരും തെന്നിക്കൊടുക്കാത്തവരും എന്നുള്ളവരുടെയും വിഭജിതരാണ് എന്ന് പറയുന്ന തരത്തിൽ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നതുമായ വിധിക്കടിസ്ഥാനമായ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. എങ്കിൽ അതിലുപയോഗിക്കുന്ന പദം ഹിട്രോജനിറ്റി എന്നാണ്. ഹിട്രോജനിറ്റി എന്ന് പറഞ്ഞാൽ വിഭജിതമായ വൈവിധ്യമാർന്ന സ്വഭാവമാണ്. കോടതി പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു സവർണ ബുദ്ധിജീവിയുടെ ഒരു സ്ത്രീയുടെ പഠനത്തിനെ ആശ്രയിച്ചിട്ട് പട്ടികജാതിക്കാരുടെ ഇടയിൽ ഐക്യമുണ്ടെന്നോ അവരുടെ ഇടയിൽ തൊട്ടുകൂടായ്മയും തെന്നിക്കൊണ്ടായിരുന്നു, അവരുടെ മേൽത്തട്ടും കീഴ്ത്തട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു പൊതു സ്വഭാവമുള്ള ഒരു കാറ്റഗറി വിഭാഗം എന്നുള്ള നിലയിൽ പട്ടികജാതി ലിസ്റ്റ് എന്നുള്ള നിലയിൽ പരിഗണിക്കേണ്ടതില്ല. ഏകദാന സ്വഭാവമുള്ളവരല്ല, അത് വിഭജിത സ്വഭാവമുള്ള ജാതികളുടെ ഒരു കൂട്ടമാണ് എന്നാണ് കോടതി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അപകടകരമായ കോടതിയുടെ വിലയിരുത്തലിനെ കുറിച്ച് നമ്മുടെ കാര്യമായി നമ്മൾ ഓരോ പട്ടികജാതിക്കാരനും മനനം ചെയ്യേണ്ടത് ഇത് വസ്തുതക്ക് നിരക്കുന്നതാണോ? ഇക്കാര്യത്തിൽ ഡോക്ടർ അംബേദ്കറിന്റെ വീക്ഷണങ്ങൾ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പട്ടികജാതിക്കാരെയും ഗോത്രവർഗക്കാരെയും സംബന്ധിക്കുന്ന റിപ്പോർട്ടിലും സൗത്ത് ബോർഡ് കമ്മിറ്റി റിപ്പോർട്ടിലും സമഗ്രമായി വിശകലനം ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ രണ്ട് പരിഹാര മാർഗങ്ങളാണ് ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ രണ്ട് പരിഹാര മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കേവർക്കും അറിയാം, അന്നും ഇന്നും പട്ടികജാതി വിഭാഗങ്ങൾ ഒരു വൈവാഹിക ബന്ധമായിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, വിശ്വാസാചാരങ്ങൾ, അവരുടെ ഭാഷകൾ, അവരുടെ ജീവിത രീതികൾ ഇതെല്ലാം തന്നെ പല തട്ടുകളിലായി വിഭജിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്. കാര്യത്തിൽ തർക്കമില്ല. പല തട്ടുകളെന്ന് പറയുമ്പോൾ ഗോത്രങ്ങൾ തമ്മിലുള്ള അകലമുണ്ട്, അതൊരു ഗോത്ര സ്വഭാവമാണ്.